മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇറാന്റെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്കാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചാരക്കണ്ണുകൾ ടെഹ്റാനിലെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുമ്പോഴും അവരെല്ലാം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു കറുത്ത മതിൽ ഇറാന്റെ ഭരണാധികാരികൾക്ക് ചുറ്റുമുണ്ട്. ആ മതിലിന്റെ പേരാണ് NOPO. വെറുമൊരു കമാൻഡോ സംഘമോ അല്ലിത്. ഇറാന്റെ പരമോന്നത നേതാവിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയെന്ന് കരുതപ്പെടുന്ന മകൻ മൊജ്തബ ഖമേനിയുടെയും ജീവൻ കാക്കുന്ന അദൃശ്യ ശക്തി. 2026 സംഘർഷങ്ങൾക്കിടയിൽ ഇറാന്റെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നതിൽ ഈ സേന വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇതിന്റെ അർത്ഥം ഭരണകൂടത്തെയും പരമോന്നത നേതാവിനെയും സംരക്ഷിക്കുന്ന പ്രത്യേക സേനയെന്നാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ആദ്യത്തെ സുരക്ഷാ ഘടനയിൽ വലിയ മാറ്റങ്ങൾ വന്നു. 1991 ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായ റുഹുള്ള ഖൊമേനിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന 28ാമത് റൊഹ്ല ഡിവിഷനിൽ നിന്നാണ് ഈ എലൈറ്റ് യൂണിറ്റ് രൂപം കൊണ്ടത്. ഇറാന്റെ സൈനിക ഘടനയിൽ സാധാരണ സൈന്യമായ അർത്തേഷും വിപ്ലവ ഗാർഡുകളായ IRGCയും ഉണ്ടെങ്കിലും NOPO ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇത് നേരിട്ട് പരമോന്നത നേതാവിനോട് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു കൊച്ചു സൈന്യമാണ്. ഇറാനിലെ നിലവിലെ പരമോന്നത നേതാവ് അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഖമേനി ഇറാന്റെ അടുത്ത ഭരണാധികാരിയാകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന് നേരെയുള്ള ഭീഷണികൾ വർദ്ധിച്ചിരുന്നു. 2026 ഫെബ്രുവരി 28 ഇറാന്റെ അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന അതിശക്തമായ ആക്രമണങ്ങൾ ലോകത്തെ ഞെട്ടിച്ചു. ആദ്യഘട്ട റിപ്പോർട്ടുകൾ പ്രകാരം മൊജ്തബയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്നും അദ്ദേഹം ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണെന്നും വാർത്തകൾ വന്നു. എന്നാൽ ഈ കടുത്ത ആക്രമണത്തിനിടയിലും മൊജ്തബ ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ NOPOയ്ക്ക് സാധിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസവും ഇറാന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എവിടെയാണെന്നോ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താണെന്നോ ശത്രുക്കൾക്ക് നിശ്ചയമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കാൻ ഇറാന് കഴിഞ്ഞു. ഇത് കേവലം ഒരു അദൃശ്യതയല്ല, മറിച്ച് ശത്രുവിനെ ഭീതിയുടെ നിഴലിൽ നിർത്താനുള്ള ഒരു മനോയുദ്ധ തന്ത്രമാണ്. പൊതുവേദികളിൽ നിന്ന് മൊജ്തബ മാറി നിൽക്കുന്നത് സുരക്ഷാ പ്രോട്ടോകോളുകളുടെ ഭാഗമാണ്. പുതിയ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നൽകിയ ആദ്യ സന്ദേശം പോലും ഒരു വാർത്താ അവതാരകന്റെ ശബ്ദത്തിലൂടെയാണ് ലോകം കേട്ടത്. ഇത് ശത്രുക്കളുടെ ചാര സംഘടനകളെ വല്ലാതെ കുഴപ്പിക്കുന്നു. അദ്ദേഹം ജീവനോടെ ഉണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് മുകളിൽ NOPO തീർത്ത സുരക്ഷാ കവചം അത്രമേൽ ശക്തമാണ്. ടെഹ്റാനിലെ അധികാര തുടർച്ചയുടെ വിധി ഇപ്പോൾ നിൽക്കുന്നത് ഈ അതീവ രഹസ്യപ്പടയുടെ കൈകളിലാണ്. അംഗസംഖ്യയിൽ വളരെ കുറവാണെങ്കിലും ഗുണനിലവാരത്തിലും പരിശീലനത്തിലും ഇവർ ലോകത്തെ ഏത് സ്പെഷ്യൽ ഫോഴ്സിനോടും കിടപിടിക്കും. 4 പ്രധാന ബ്രിഗേഡുകൾ നേരിട്ട് പരമോന്നത നേതാവിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മഷാദിലെ വിശുദ്ധ മതകേന്ദ്രങ്ങൾ, ഇസ്ഫഹാനിലെ ആണവ ഗവേഷണശാലകൾ തുടങ്ങിയ ഇറാന്റെ നട്ടലായ സ്ഥലങ്ങളിൽ NOPOയുടെ യൂണിറ്റുകൾ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഏതു വലിയ ആക്രമണത്തെയും മിനിറ്റുകൾക്കുള്ളിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തന ശൈലി. NOPOയിലേക്ക് ഒരാൾക്ക് പ്രവേശനം ലഭിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് വർഷങ്ങൾ നീളുന്ന പശ്ചാത്തല പരിശോധനകളും വിശ്വസ്തത പരിശോധനകളും നടക്കുന്നു. കഠിനമായ ആയോധന കലകൾ, ആയുധമില്ലാതെയുള്ള പോരാട്ടം എന്നിവയിൽ ഇവർ വിദഗ്ധരാണ്. ടെഹ്റാൻ പോലുള്ള തിരക്കേറിയ നഗരങ്ങളിൽ ശത്രുക്കളെ നേരിടാൻ പ്രത്യേക പരിശീലനം ഇവർക്ക് ലഭിക്കുന്നു. ബ്ലാക്ക് ഫോഴ്സ് എന്ന പേര് അനർത്ഥമാക്കുന്ന വിധം രാത്രികാലങ്ങളിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നീങ്ങാൻ ഇവർ പരിശീലനം നേടിയവരാണ്. NOPO കേവലം വിദേശ ശത്രുക്കളെ നേരിടാൻ മാത്രമല്ല, ആഭ്യന്തരമായ വെല്ലുവിളികളെ അടിച്ചമർത്താനും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കറുത്ത വേഷവും മാസ്കും ധരിച്ച് ഇവർ തെരുവിലിറങ്ങുമ്പോൾ അത് ഇറാന്റെ ആഭ്യന്തര ശത്രുക്കൾക്കുള്ള വലിയ മുന്നറിയിപ്പാണ്. ഭരണകൂടത്തിന് ഭീഷണിയായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ നേരിടുന്നതിൽ ഈ സേന വലിയ പങ്കുവഹിച്ചു. മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്ന് ഇറാനിൽ ഉടനീളം പടർന്ന പ്രതിഷേധങ്ങളിൽ സുരക്ഷാ കവചമായി NOPO ഉണ്ടായിരുന്നു. ഇത്തരം ഇടപെടലുകളെ തുടർന്ന് 2021 അമേരിക്ക NOPOയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിക്കപ്പെടുമ്പോഴും ഭരണകൂടത്തിന് ഇവർ നൽകുന്ന സുരക്ഷാ ഗ്യാരണ്ടി വളരെ വലുതാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഇറാന്റെ പ്രതിരോധത്തിന്റെ അവസാന വാക്കാണ് NOPO. ഇറാന്റെ ഓരോ തന്ത്രപ്രധാന നീക്കത്തിന് പിന്നിലും ഈ നിഴൽ സൈന്യത്തിന്റെ കൈകളുണ്ട്. അധികാരത്തിന്റെ നിഴലിൽ ഒളിച്ചിരിക്കുന്ന ഈ കറുത്ത ശക്തി വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിൽ ഇറാന്റെ കുന്തമുനയായി പ്രവർത്തിക്കുമെന്നതും ഉറപ്പാണ്. മൊജ്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ ഒരു പുതിയ പാതയിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റും ഭേദിക്കാനാവാത്ത വിധം ഒരു കവചമായി NOPO നിലകൊള്ളും. ശത്രുക്കളുടെ എല്ലാം കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഏറ്റവും നിർണായകമായ സമയത്ത് മാത്രം തങ്ങളുടെ നേതാവിനെ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുത്താനുള്ള ഇറാന്റെ ഈ നീക്കം അവരുടെ രാഷ്ട്രീയ പക്വതയുടെയും സൈനിക കരുത്തിന്റെയും അടയാളമാണ്. ഇറാന്റെ സിംഹാസനം സംരക്ഷിക്കുന്നത് കേവലം ആയുധങ്ങളല്ല, മറിച്ച് അതീവ രഹസ്യമായ ഈ സൈനിക സംവിധാനമാണ്. ആധുനിക യുദ്ധതന്ത്രങ്ങളും അതീവ രഹസ്യമായ നീക്കങ്ങളും ഒത്തുചേരുന്ന NOPOയുടെ കരുത്ത് ഇറാന്റെ നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണ്. അധികാരത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങൾക്ക് ചുറ്റും അവർ തീർത്തിരിക്കുന്ന കറുത്ത മതിൽ തകർക്കുക എന്നത് ഇറാന്റെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒന്നായി ഇന്നും തുടരുന്നു. നിഗൂഢതയുടെ ഈ ആവരണം ഇറാന്റെ രാഷ്ട്രീയ ഭാവിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കാലം തെളിയിക്കും.